അയ്യോ, അടുപ്പി പാല് വെച്ചിരുന്ന കാര്യം അങ്ങ് മറന്നു. അല്ല, എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റേ? കല്യാണം കഴിഞ്ഞ എല്ലാരും വൈകി എഴുന്നേക്കൂ. ഇവിടുത്തെ ഏലിക്കൊച്ചമ്മ പോലും ഇപ്പോഴും എഴുന്നേക്കുന്ന 7 മണിക്കാ. എന്നതാ മോളെ ഇവള് പറയുന്നേ? ഇവള് പറയുന്നൊന്നും മോള് കാര്യമാക്കണ്ട. ഇവളെ വാപോയ വാക്കത്തിയാ. രാവിലെ മോള് കുളിയൊക്കെ കഴിഞ്ഞോ? എന്നിട്ട് തന്നെ അങ്ങ് മാറി നിൽക്കുന്നേ. ഇങ്ങോട്ട് വാ. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് മോളാ. തങ്കച്ചിനുണ്ടേ കൊടുക്ക്. അവൻ എഴുന്നേറ്റോ? ഇല്ല, വലിയ ഉറക്കക്കാരനാ. ഓ, എന്നാ ഇത്രക്ക് നിൽക്കാൻ? ഞാൻ ഓരോന്ന് ആലോചിച്ച് ചിരിച്ചു പോയതാണേ. അയ്യടി, അങ്ങനെ ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട കേട്ടോ. ആ അരിപ്പൊടി എടുത്തൊന്ന് നനച്ചേ. അയ്യോ, ഞാനും അതാ ഇപ്പൊ ആലോചിച്ചേ. ഇതെപ്പോ എഴുന്നേറ്റ് പോയി? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ എണീറ്റിട്ട് കുറെ നേരമായി. ഇച്ചായ നല്ല ഉറക്കായിരുന്നു. ഇരിക്കെ. ഞാൻ നിന്നോളാം. ഇരിക്കടോ. അയ്യേ, വാ പോലും കഴിയാതെ തന്നെ കാപ്പി കുടിക്കുന്നേ. ബെഡ് കോഫി കുടിക്കാൻ അങ്ങനെ വാ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. താനാ ഡോറൊന്ന് ചാരിയേക്ക്. നമുക്ക് കുറച്ചു നേരം വെറുതെ ഇവിടെ ഇങ്ങനെ. എന്താ? അയ്യോ വേണ്ട, അപ്പുറത്ത് എല്ലാരും എഴുന്നേറ്റിട്ടുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ലൈസൻസ് അല്ലേ ഈ വിവാഹം എന്നൊക്കെ പറയുന്നത്? അവരെഴുന്നേറ്റാ നമുക്കെന്താ? നീയല്ലേ? അയ്യോ, ഞാൻ പോവാ. ഇനി വന്നേ. വീടന്നേ. വീണേ ഇവിടെ വാ. ഇവിടെ വരാൻ. ഇങ്ങോട്ട് നീങ്ങി. അനങ്ങിപ്പോരുത്. ഇനി ഇടയ്ക്കൊക്കെ ഫ്രീ ആകുമ്പോ ഇതുപോലെ ഇങ്ങോട്ട് വരണം. മേശ കസേര വാടക 2500, കല്യാണപ്പന്തല് 3250, ബേക്കറി സാധനങ്ങള് 4500, കാർ വാടക 6200, കൂലിച്ചെലവ് 1200. ആകെ നിനക്ക് ഞാൻ തന്നത് 20,000 രൂപ. ചെലവായത് 17,650 രൂപ. ബാക്കി 2,350 രൂപ എവിടെയാണെന്നാ ഞാൻ ചോദിച്ചത്. അതങ്ങാ നിന്റെ പോക്കറ്റിൽ ഉറങ്ങിക്കെടുക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് എടുത്തേ. അത് പിന്നെ അപ്പച്ച ഈ കസേര മേശ എഴുതിയോ? ഈ മേശ കസേര എന്ന് പറയുന്നതല്ലോ കസേര മേശ. ഇതിൽ തന്നെ ഒരുപാട് കള്ളക്കണക്കുകൾ എഴുതിയിട്ടുണ്ട്. അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. മോനെ, 2,350 രൂപ എവിടെ? 2,350. ആ, ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. ഇന്നാണ് അവ കണക്ക് കൊണ്ടുവരുന്നത്. അപ്പച്ച അപ്പച്ചൻ തന്നത് 20,000 രൂപയാണെന്ന് ഉറപ്പാണോ? അതോ 17,000 രൂപയോ? ഒറ്റ അടി വെച്ചെന്നാണ്ടല്ലോ. ഞാനൊരു സത്യം പറയട്ടെ. എടാ, വല്ലപ്പോഴെങ്കിലും ഒരു സത്യം പറ, കേൾക്കാനുള്ള കൊതിയുണ്ടാ. അപ്പച്ച, ഇച്ചായന് കുറെ കൂട്ടുകാരില്ലേ? ആ കൂട്ടുകാർ പാർട്ടിക്ക് വരുമ്പോ അവരുടെ ചെലവിൽ മദ്യം വാങ്ങിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ അവരുടെ ചെലവിൽ മദ്യം വാങ്ങിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അതിന്റെ ക്ഷീണം ഇഞ്ചക്കാടൻ മത്തായിക്കാണെന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ച് മദ്യം വാങ്ങിച്ചു. അങ്ങനെയാണ് ഈ 2,350 രൂപ ചെലവായത്. എടാ, നീ പറഞ്ഞത് നേരാണോ? എന്താണ് അപ്പച്ച? നിന്റെ കൂട്ടുകാർക്ക് മദ്യം മേടിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് 2,350 രൂപ മേടിച്ചു. അപ്പച്ചന്റെ കൂട്ടുകാർക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് അവൻ എന്റെ അടുത്ത് 1,500 രൂപ വാങ്ങിച്ചല്ലോ. ഇവന്റെ തന്നെ കൂട്ടുകാരെ സൽക്കരിക്കാനാണെന്ന് പറഞ്ഞ് എന്നോടും വാങ്ങിച്ചുള്ള 2,000 രൂപ. അതെ, ഞാനൊരു കാര്യം പറയാം. കല്യാണം ജോറായിട്ട് നടത്തണമെങ്കിൽ കുറച്ച് കാശ് ചെലവാകും. അതിന് അപ്പച്ചനെ പോലെ വെറ്റില 7 രൂപ 15 പൈസ, അടയ്ക്ക് 6 രൂപ 3 പൈസ, ചുണ്ണാമ്പ് 10 രൂപ 10 പൈസ എന്നൊന്നും എഴുതി വെക്കാൻ പറ്റില്ല. ഇതിനെയാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അയ്യടാ, ജനറേഷൻ ഗ്യാപ്പാ? കാശിന്റെ കണക്ക് ചോദിക്കുമ്പോ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയാ? മേലിൽ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് നിന്റെ മോന്തര ഷേപ്പ്. എന്റെ ദൈവമേ, തങ്കച്ച, ദേ, ഈ കാശ് ചെലവാക്കുന്ന കാര്യത്തില് അപ്പച്ചന് ഒരു ബുദ്ധിമുട്ടില്ല മോനെ. പക്ഷെ നോക്കിയും കണ്ടും ചെലവാക്കിയില്ലെങ്കിൽ ഞാൻ സമ്പാദിക്കുന്നതൊക്കെ വെറുതെ ആയി പോവില്ലേ? അപ്പച്ചന്റെ വികാരം എനിക്ക് ഒന്ന് പോടാ. നിന്നെ കൊഞ്ചിച്ചു കൊഞ്ചിച്ചെന്റെ അല്ല. അത് അപ്പച്ചനുള്ള മധുരമില്ലാത്ത. വേണ്ട, അമ്മ ചോദിച്ചു. അമ്മ വേണ്ട, എന്റെ പൊന്നു കുടിക്കാൻ മോത്തേക്ക് കുടിക്കാൻ ഞാൻ. അമ്മ ചേട്ടൻ കുടിച്ചു.
നല്ല ഐശ്വര്യമുള്ള കുട്ടി. ആര്? നമ്മുടെ മരുമോളെ. ആ. അവൾ ഈ വീട്ടിൽ വന്നത് തന്നെ നമ്മുടെ ഭാഗ്യവാ. ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് വീടൊക്കെ അടിച്ചു വാരി കുളിയും കഴിഞ്ഞു. അടുക്കളയിലേക്ക് വന്നു നോക്കിയേ, കാപ്പിയും പലഹാരവും ഒക്കെ റെഡി. ഇപ്പൊ ഞാൻ ഒന്നിനും ചെല്ലേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് കഴിക്കാനുള്ള മരുന്നിന്റെ കാര്യം വരെ അവൾ എന്നോട് ചോദിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക. എടേ, മരുമക്കളെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തില് മത്തായിക്ക് ഒരു തെറ്റും വരില്ല. ഇനി ഒരു മരുമോളും കൂടെ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മച്ചിക്ക് ചെയ്യാൻ ജോലിയേ ഉണ്ടാവില്ല. അതന്നെ. ആ, എന്താ ചെയ്യല്ലേ ഇവരെ ശാപം. വല്യമ്മച്ചി, ദേ അവരെത്തി. എന്താ മോളെ, സുഖമാണോ? എത്ര നേരമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. താമസിച്ചു പോയില്ലയോ? ഈ അംബാസഡർ ആയതുകൊണ്ടാ ഇത്രയും താമസിച്ചു പോയതേ. മാരുതിയിലായിരുന്നെങ്കിൽ പ്ലെയിനെ പറക്കുന്ന പോലെ ഇങ്ങ് വന്നേനെ. ഇതൊന്നും പോരാന്നിട്ട് ഇപ്പൊ വേറെ ഒരെണ്ണം ബുക്ക് ചെയ്തിരിക്കുക. എന്നതാ അതിന്റെ പേര്? ഓ എന്റെ അമ്മച്ചി, ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. അതന്നെ. അല്ല, നിങ്ങൾ ഈ കാറൊന്നും മേടിക്കുന്നില്ലയോ? ഓ, വല്ലപ്പോഴും വെച്ചിട്ട് എണ്ണ തേച്ച് കുളിക്കണമെന്ന് വെച്ച് ആരെങ്കിലും വൈദ്യശാല വിലക്ക് വാങ്ങിക്കാറുണ്ടോ? അല്ലടാ മോനെ. അതന്നെ. അതന്നെ. അല്ലെങ്കിൽ അമ്മച്ചിക്ക് ടൂറിസ്റ്റ് ടാക്സി യാത്ര ചെയ്യാനാ ഇഷ്ടം. ആ. അല്ല, അപ്പൊ ഇവിടെ ഇങ്ങനെ നിക്കണോ? അങ്ങ് അകത്തോട്ടിരിക്കാം. ദേവിച്ച, എന്തിരിപ്പ ഇരിക്കുന്ന? അവരെല്ലാം വന്നിരിക്കുന്നു. വാ, എണീറ്റ് വാ. വരുന്നുണ്ട് വരുന്നുണ്ട്. ഇരിക്കിരിക്കെ. അല്ല, അങ്കിളിന് നല്ല സുഖമില്ലാന്ന് തോന്നുന്നു. പ്ലെയിൻ ടിക്കറ്റ് ശരിയായ ഉടനെ മടങ്ങി പോകണമെന്ന് പറഞ്ഞു നിൽക്കുക ഡേവിച്ചൻ. അയ്യോ, നാട്ടിൽ വന്നിട്ട് ഇത്ര പെട്ടെന്ന് അങ്ങോട്ട്? അവിടെ ബിസിനസ് അല്ലേ, പിന്നെ എനിക്കൊരുത്തിനെ വിശ്വാസമില്ല. സ്വന്തം മോളെ പോലെ അപ്പച്ചനും അമ്മച്ചി എന്നെ നോക്കുന്നത് എല്ലാം കർത്താവിന്റെ അനുഗ്രഹം. ആ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് എന്തുണ്ട് വിശേഷം? എന്ത് വിശേഷം? ഒരു വിശേഷമില്ലേ? അറ്റ്ലീസ്റ്റ് ഹണിമൂൺ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് എങ്കിലും ഒന്ന് പറഞ്ഞതാ. ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയി നിങ്ങള്? അയ്യടി, പെണ്ണിന്റെ ഒരു കിന്നാരം പോടി. രണ്ടുപേരും കൂടി എന്നതാ ഒരു കൊച്ചു വർത്താനം. ഓ, ഇതുങ്ങള് സംസാരിക്കാൻ തുടങ്ങിയ നേരം വെളുക്കുന്നിടം വരെ ഇരുന്നോളും. ഉറക്കം പോലും കളഞ്ഞു. അയ്യോ, അപ്പൊ അപ്പഴാ ഉറങ്ങുന്നേ? പകല് മുഴുവൻ ഉറങ്ങി ആ ക്ഷീണം തീർക്കും. ആഹാ. ദീന പോയതോടെ എവിടെ കളിയും ചിരി ഉത്സാഹവും പകുതി ഉറങ്ങും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ, ശരി അങ്ങോട്ട് പോര്. എന്നാത്തിനാ ഹോസ്റ്റലിലൊക്കെ നിന്ന് കാശ് കളയുന്നേ? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വളരെ അടുത്തല്ലയോ കോളേജ്? അയ്യോ, അത് ശരിയാവില്ല. ചേച്ചിയുടെ കൂടെ താമസിച്ച വാചകം മാത്രമേ നടക്കൂ, പഠിത്തം നടക്കുകയല്ല. ചാക്കോച്ചൻ എന്റെ അടുത്ത കൂട്ടുകാരനാണെങ്കിലും ഒരുപക്ഷെ ഇഞ്ചക്കാടന്മാരോടുള്ള വിരോധം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഞാൻ ന്യായമായി സംശയിച്ചു. പക്ഷെ ഇപ്പോ ഔസപ്പച്ചും കൂടി പറഞ്ഞപ്പോ എനിക്ക് ഉറപ്പായി. നീ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. അമ്മച്ചി, ചുങ്കത്തറ വലിയ മുതലാളിയുടെ ഏറ്റവും അടുത്ത വിശ്വസനായിരുന്നു നമ്മുടെ ഇച്ചായൻ. ഇച്ചായനോട് ചോദിക്കാതെ മുതലാളി ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഇവരുടെ അടുപ്പം കാരണം ഇഞ്ചക്കടമ്പത്തായിക്ക് അവിടെയുള്ള സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് അയാൾ ഭയപ്പെട്ടു. നീ എന്തായി പറഞ്ഞു വരുന്നത്? എന്തായാലും ഞാൻ നാളെ പോകും. ഞാൻ പറയുന്ന വിവരങ്ങൾ തൽക്കാലം പിള്ളേർ അറിയരുത്. നീ എന്നെ ആദ്യം പഠിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറവാനേ. ഇച്ചായന്റെ മരണം ഒരു ആക്സിഡന്റ് ആയിരുന്നില്ല അമ്മച്ചി. തൊന്നിച്ചനെ കൊന്നതാ. ആര്? തൊന്നിച്ചന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഇഞ്ചക്കാടൻ മത്തായി. ക്രിസ്തുമസിന്റെ തലേന്ന് രാത്രി.
കുഞ്ഞോ? എന്ത് പറ്റി ഇങ്ങോട്ടൊക്കെ? വേണ്ട 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 വേണ്ട, പെട്ടിയൊക്കെ വെച്ചേ കുഞ്ഞെ, ഞാനിപ്പോ താഴോട്ട് വരാം. ബീനക്കുഞ്ഞേ, ഇത് ആരാ വന്നിരിക്കുന്ന നോക്കിയേ. പിന്നെ എന്തൊക്കെയുണ്ട് കുഞ്ഞെ വിശേഷങ്ങള്? അന്നക്കുട്ടി അങ്ങ് മെലിഞ്ഞു പോയല്ലോ. അയ്യോ, ആരാണ്ട് കണ്ണു വിട്ടതാ കുഞ്ഞെ. കുഞ്ഞു നടന്നോ, ഞാൻ എടുത്തോണ്ട് വന്നോളാം. അയ്യോ, ഇത് ആര്? ഷേളി മോളോ? വരുന്നവരെ അറിയിച്ചാൽ ആറായിക്കുമായിരുന്നല്ലോ. നിങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയതാ. താണ്ടമ്മച്ചിക്കൊക്കെ സുഖമാണോ മോളെ? നീ എന്തൊന്നും അറിയിക്കാതെ? നിന്റെ അടുത്ത് വരെ എന്തോന്ന് അറിയിക്കാൻ? വാ ഇരിക്ക്. പിന്നെ നിനക്ക് മറ്റൊരു സർപ്രൈസ് ന്യൂസും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താത്? ഞാൻ ഇനി ഇവിടെ തന്നെ കൂടിയാലോ എന്ന് വിചാരിക്കുക. അത് നല്ല കാര്യമാ. അന്യ വീടൊന്നും അല്ലല്ലോ, ചേച്ചിയുടെ വീടല്ലേ? അത് തന്നെ. ഇവിടെ താമസിച്ച് കോളേജിൽ പോവാന്ന് അന്നമ്മച്ചി നിർബന്ധിച്ചപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ അതേപ്പറ്റി ഓർത്തപ്പോ അമ്മച്ചിയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് വല്ലാതെ വിഷമം തോന്നി. പിന്നൊന്നും ആലോചിക്കാൻ നിന്നില്ല, നേരെ ഇങ്ങി പോന്നു. അപ്പൊ എങ്ങോട്ട് പോകുന്നത് വീട്ടിൽ അറിയാവോ? ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാ പോന്നത്. എന്നാ നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കെ, ഞാൻ പോയി ഇത്തിരി കാപ്പി ഇടട്ടെ. ഓടിയപ്പുറത്ത് ആരെ കണ്ടാലും വായി നോക്കി നിൽക്കും. അപ്പുറത്തോട്ട് വരാൻ. നീ വാ, നമുക്ക് മുകളിലേക്ക് പോവാം. ഇതാ നിങ്ങളുടെ ബെഡ്റൂം. ഇതെന്തെടുത്തു? കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം സ്റ്റുഡിയോ പോയി എടുത്തതാ. നന്നായിട്ടുണ്ട്. ഇതിന്റെ 1-2 കോപ്പീസ് എനിക്ക് വേണം. കോളേജിലെ ഫ്രണ്ട്സിനെ കാണിക്കാനാ. ഇവിടുന്ന് കോളേജിൽ പോയി പഠിക്കാൻ അമ്മച്ചി പറഞ്ഞപ്പോ നീ അന്ന് കേട്ടില്ലല്ലോ. ഇപ്പൊ എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? അത് പുതിയ മാറ്റിന് ഞാനുമായിട്ടൊന്ന് തെറ്റി. എന്താ കാര്യം? മെസ്സിന്റെ കാര്യം പറഞ്ഞ് ഉടക്കിയതാ. അവിടുത്തെ ഫുഡൊന്നും രുചിയില്ല. മാത്രമല്ല ഹോസ്റ്റലിൽ പഠിക്കാൻ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എത്ര പെട്ടെന്ന് നീ നിന്റെ അഭിപ്രായമൊക്കെ മാറ്റുന്നത്? മാറ്റേണ്ട സാഹചര്യം വന്നതുകൊണ്ടാണെന്ന് മാത്രം ചേച്ചി മനസ്സിലാക്കിയാൽ മതി. പിന്നെ എങ്ങനെയുണ്ട് നിന്റെ അമ്മായിമ്മ? അയ്യോ, പഞ്ചപാവാ. എല്ലാവരും നല്ല പ്രകൃതക്കാരാ. ഇത്രയധികം യോജിപ്പുള്ള ഒരു കുടുംബം ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. മോളെ, ഷേലിയെ ചോറിനാൻ വിളിക്കേ. അവള് കുളിക്കാൻ പറ്റി. സോറി, താഴെ ബാത്റൂം വെള്ളമില്ല. ഇനി നിങ്ങൾ ഇരിക്കും, അമ്മച്ചി വിളമ്പി തരാം. അമ്മച്ചി അവിടെ ഇരുന്നു, ഞാനിന്ന് വിളമ്പിത്തരാം. ഇല്ല, ഞാൻ വിളമ്പാം. നിങ്ങൾ ഇരിക്കും, ഞാൻ വിളമ്പാന്ന് പറഞ്ഞു. അമ്മച്ചി അവിടെ ഇരുന്ന് ഞാൻ വിളമ്പിത്തരാം. ഞാൻ വിളമ്പാൻ. അത് പറ്റത്തില്ല. ഞാൻ എന്തൊരു ശല്യം ഇത്! ആരെങ്കിലും ഒന്ന് പണ്ടാടി ഞങ്ങൾ ചുട് മൂട് വിളമ്പിയേ. അതെ. മതി മതി മതി. ഇനി കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ ഇച്ചാന് ഞാൻ തരത്തില്ല. ഇത്തിരി തടി കൂടുതലാ. എനിക്കിട്ടോളൂ, ഞാൻ പൂർണ്ണ വളർച്ചെത്തിയ ആളാ. മതി. അത് തന്നെ തുടങ്ങി. അപ്പച്ചാ, ഈ കറി കൂട്ടി നോക്കിട്ട് പറയണേ, ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. ഇത് അസലായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് ഇത്രയും നല്ലൊരു കറി ഞാൻ കഴിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ പിന്നെ ഇത്രയും കാലമായിട്ട് ഇത്രയും നല്ല കറി ഞാൻ കഴിച്ചിട്ടില്ല. നാളെ ഉണ്ടോ ഇങ്ങനെ പറയാൻ? അതെ, ഇതിനൊരു സഭയിൽ കൂട്ടാൻ കൊള്ളില്ലെന്നേ. ചീപ്പ് 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 കൊളിച്ച്. എന്നെ ചാറ് ഒഴിക്കാൻ പറഞ്ഞു എന്റെ പൊന്നെ. അത് തന്നെ, കൊറേ കൂടെ ഒഴിച്ചോട്. അപ്പച്ചാ, ഇനി ഇവിടുത്തെ കുക്കിങ്ങിന്റെ ചാർജ് ഞാൻ ഏറ്റെടുക്കാൻ പോവാ. അപ്പൊ മോൾക്ക് കോളേജിൽ പോണ്ടേ? വീട്ടുജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കോളേജിൽ പോയി സമയം കിടക്കല്ലേ? എടാ, നീ ഇതുവരെ എവിടെ പോയി കിടക്കായിരുന്നു? എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട അമ്മച്ചി. എന്നാ മോനെ നിന്റെ മുഖമല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല, അമ്മച്ചിക്ക് തോന്നുന്നതാ. ആ,
പിന്നെ അമ്മച്ചി ഇന്നലെ നടന്നൊരു സംഭവം കേട്ടോ. അയ്യോ വല്ലാത്ത തലവേദന. വെള്ളം കൊടുക്ക്. എന്റെ വേളാങ്കണ്ണി മാതാവേ, എന്റെ കുഞ്ഞിന്റെ തലവേദന മാറ്റിയ ഞാൻ പൊന്നോണ്ട് നേരല്ലേ 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 വിട് അപ്പച്ച. എന്താ അപ്പച്ച? എന്റെ മോളെ, ഈ മാസം ഇവള് നേരുന്ന 15ാമത്തെ നേർച്ചയായത്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇവളിങ്ങനെ നേർച്ച നേർന്ന അവസാനം ഞാൻ വേളാങ്കണ്ണി മാതാവിന്റെ തിരുമുറ്റത്ത് എന്ന് പിച്ചെടുക്കേണ്ട വരും. അതന്നെ. എന്റെ ദൈവമേ. നമ്മൾ അയാളെ കൊണ്ട് പള്ളിയിലെത്താൻ കുറച്ച് വൈകിപ്പോയി. അല്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ലായിരുന്നു. ഏയ്, അവനെ എന്നാത്തിന് കൊള്ളാം? വെറും വാഴപ്പിണ്ടി. അവിടെ ഭരണം നടത്തുന്ന മുഴുവൻ ആ തള്ളയല്ലയോ? അതെന്നാത്തിനാ? സ്വന്തം ചേട്ടനെ കൊന്നത് ഇഞ്ചക്കടം മത്തായി എന്ന് അറിഞ്ഞിട്ടും അവന് വല്ല ചൂടുണ്ടായിരുന്നു. വന്ന് കല്യാണം കൂടി വെച്ച് സുഖമായിട്ട് അവൻ തിരിച്ചുപോയി. എന്റെ ഇച്ചായോ, സത്യത്തിൽ ഈ കല്യാണം മുടങ്ങിയിരുന്നെങ്കിൽ ഇഞ്ചക്കാടൻ മത്തായി തല നിവർത്തി പിടിച്ച് ഈ നാട്ടിൽ കൂടെ നടക്കില്ലായിരുന്നു. നമുക്ക് നല്ലൊരു അവസരമാണ് നഷ്ടമായത്. അവസരങ്ങളൊക്കെ ഇനിയും ഉണ്ടാവുകടാ. നിങ്ങളുടെ അപ്പച്ചനെ പറ്റിച്ചുണ്ടാക്കിയ കാശ് ആ മത്തായി മക്കളും ഇന്ന് അനുഭവിക്കുന്നത്. അധികളാൾ അവരങ്ങനെ സൂചിച്ച് ജീവിക്കണ്ട. അന്നേ ഞാൻ ഇച്ചായനോട് പറഞ്ഞതാ മത്തായിയെ വിശ്വസിക്കരുതെന്ന്. കേട്ടില്ല? തോമാച്ചനെ മാത്രമല്ല, ഇച്ചായനെ കൂടി അവൻ തട്ടിയേനെ. പിന്നെ എന്നെ ഒരുത്തിനെ പേടിച്ചിട്ടാ. അതുകൊണ്ടല്ലേ ഇച്ചായൻ മരിച്ച ഉടനെ അവൻ പോയി പുതിയ കട തുടങ്ങിയത്. എന്തൊക്കെ പറഞ്ഞാലും നാട്ടുകാരുടെ മുമ്പിൽ മത്തായി പുണ്യാളം തന്നെയാ. ആ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മത്തായിയുടെ തനി സ്വരൂപം നമുക്ക് കാണിച്ചു കൊടുക്കാം.